അപ്പം അതിനു മുമ്പ് മഹാബലി ശക്തനായിരുന്നു, ധീരനായിരുന്നു, നല്ല രാജാവായിരുന്നു. ഇച്ചിരി അഹങ്കാരം ഉണ്ടെന്നേ ഉള്ളൂ. ഈ അഹങ്കാരമാണല്ലോ അപകടം ഉണ്ടാക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇദ്ദേഹം അവനവന് ഒരു ശക്തിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതും കൊണ്ട് കുറച്ച് സമ്പാദിച്ച് സ്വൈര്യമായിട്ട് അവനവൻ്റെ വീട്ടിൽ പോയിരുന്നേ അയലൊക്കത്ത് ഉപദ്രവിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനൊരു ശക്തിയും ധൈര്യമൊക്കെ കിട്ടിയപ്പോൾ ഇങ്ങനെ വിചാരിച്ചു, എന്നാൽ പിന്നെ എൻ്റെ രാജ്യം പോരാ. ഇപ്പോൾ ഈ അതിർത്തി മാന്തി അവിടെ ഇവിടെയൊക്കെ പടക്കമൊക്കെ പൊട്ടിക്കണം, നമ്മൾ യുദ്ധവാർത്തയാക്കണല്ലേ. അതുപോലെ തന്നെ അവനവന് കിട്ടുന്ന സമ്പത്ത് കൊണ്ട് അവനവൻ്റെ നാട്ടിൽ സുഖമായിട്ട് ജീവിച്ചാൽ മതി. അപ്പോൾ അതിർത്തി മാന്താൻ തോന്നും. ആ ആൺപിള്ളേരെ അതിർത്തി മാന്താൻ ചെല്ലുമ്പോൾ അടിയും കിട്ടും. പാകിസ്ഥാന് കിട്ടിയത് അതൊക്കെയല്ലേ, അവരുടെ നാട്ടിൽ കിടന്ന കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് തന്നെ ഈ മഹാബലി യുദ്ധം ചെയ്ത് സ്വർഗത്തിൽ ചെന്നു, ദേവേന്ദ്രനെ അടിച്ചു ഓടിച്ചു. അവിടുത്തെ ഭരണം കൂടി ഇങ്ങനെ ഏറ്റെടുത്തു. അങ്ങേർക്ക് അങ്ങനെ നാട്ടിൽ ഭരിച്ചാൽ മതി. ഏതായാലും ഇതിനൊക്കെ പരിഹാരമായപ്പോൾ ഇതിനൊരു ധർമ്മം ഇവിടെ നിലനിർത്തണം എന്ന് വിചാരിച്ചാണ് മഹാവിഷ്ണു വാമനായിട്ട് വരുന്ന കഥയൊക്കെ നിങ്ങൾക്കറിയാൻ വിവരിക്കുന്നില്ല. ഏതായാലും അവിടെ എത്തി ചോദിച്ചു. മഹാവിഷ്ണുവാണ് വന്നേക്കണത്, വേഷം കെട്ടി വന്നേക്കണെയാണെന്ന് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ശുക്രനെ ഉറപ്പിച്ചു. പക്ഷെ മഹാബലി സത്യസന്ധനാണ്. ഞാൻ വാക്ക് കൊടുത്തു, ഇനി പാറ്റില്ല എന്ന് പറഞ്ഞു. ഈ പറയുമ്പോൾ ഇദ്ദേഹം തനിക്കുള്ളത് മുഴുവൻ കൊടുത്തു. ഇനി എൻ്റെ കയ്യിലൊന്നുമില്ല. ചെന്ന് ഈ കുട്ടി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എനിക്ക് നാമം ജീവിക്കാനായിട്ടൊരു 3 അടി സ്ഥലം വേണം. മര്യാദയ്ക്കാണ് ചോദിച്ചത്. ചെന്നയാൾ സൂത്രക്കാരനും കൂടെ ഒന്ന് ആലോചിച്ചോളേ. അപ്പോൾ എന്നാൽ ശരി, 3 അടിക്കും കൊടുത്താൽ മതി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതേ വിശ്വേശം മാം, ഞാൻ ഈ ലോകത്തിൻ്റെ ഈശ്വരനാണ്. നമുക്കൊക്കെ ഈശ്വരനെന്ന് പറയാം, പക്ഷേ ഈശ്വരനെ പോലെ ചെയ്യാനുള്ള കഴിവുണ്ടാവണം, അല്ലെങ്കിൽ ആ വാക്ക് പറയരുത്. ഞാൻ ഈ ലോകത്തിൻ്റെ ഈശ്വരനാണ്. എന്നെ കണ്ടിട്ട് 3 അടി പണ്ട് ചോദിക്കുക, എൻ്റെ അഡ്രസ്സ് പോകുന്ന മൂപ്പര് പറഞ്ഞത്. മാത്രമല്ല എൻ്റെ അടുത്ത് കൈ നീട്ടി ഒരുത്തം പിന്നെ നാട്ടിൽ വേറെ എങ്ങും ചെന്ന് കൈ നീട്ടാൻ പാടില്ല. കാരണം ചോദിക്കില്ല, ഇതിനു മുമ്പ് എവിടെയാണ് പോയ മഹാബലിയുടെ അടുത്ത്, അയ്യേ എന്നിട്ട് കിട്ടിയില്ലേന്ന് ചോദിക്കും. നിറഞ്ഞില്ലേ? എൻ്റെ അടുത്ത് ഒരുക്കൻ കൈ നീട്ടിയാൽ പിന്നെ വേറെ എങ്ങും കൈ നീട്ടിക്കൂടുക. എന്ത് വേണം? ദ്വീപുകൾ വേണോ, സമുദ്രങ്ങൾ വേണോ, അത് വേണോ, ഇത് വേണോ എന്നൊക്കെ ചോദിക്കേണ്ട. രാജ്യങ്ങൾ വേണോ, പിന്നെ എന്താ കന്യകമാരെ വേണോ പരിസേവിക്കാൻ, ആനയ്ക്കും കുഴുതലയ്ക്കും ഒക്കെ എടുക്കത്തക്ക സ്വർണം വേണോ? ഈ കുഞ്ഞു ശാന്തനായിട്ട് കേട്ട് പറഞ്ഞൊരു വാക്കുണ്ടേ, അതേ എത്ര കിട്ടിയാലും മനുഷ്യന്മാർക്ക് മതിയാവില്ല. അപ്പോൾ കിട്ടണല്ലേ ആവശ്യത്തിനെ പാടുള്ളൂ. ആവശ്യത്തിൽ കൂടുതൽ കിട്ടിയാലും വേണ്ടാന്ന് പറയണവനെ സന്തോഷം ഉണ്ടാവുള്ളൂ. എനിക്കിത് മതി, എനിക്കൊന്ന് ആലോചിച്ച് സ്ഥലം വേണം, അതിന് ഒരു 3 അടി. അത് എൻ്റെ വാദം കൊണ്ട് അളക്കണേ. അവർ നിന്നെ കണ്ടപ്പോൾ നീ കുഞ്ഞാണെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പം നിനക്ക് എനിക്ക് മനസ്സിലായി, നീ ബാലബുദ്ധിയാണ്, അല്പബുദ്ധി എന്നർത്ഥം. നിനക്ക് അല്പബുദ്ധി ഉള്ളല്ലോ കുഞ്ഞ്. എന്തിന് ശേഷമാണ് ഇദ്ദേഹം കൊടുക്കാൻ തയ്യാറായതും. അപ്പം ശുക്രാചാര്യ തടയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇദ്ദേഹം ആ ആകാശത്തോളം അങ്ങ് വളർന്നിട്ട് പാദം കൊണ്ട് അളക്കുന്നുണ്ട്. മഹാബലിയുടേത് എന്ന് പറയണതെല്ലാം സ്വീകരിച്ചു. ഇനി എന്ത് നിൻ്റെ കയ്യിലുണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അറിവുള്ളവനാണ്, ചില അഹങ്കാരം മുഴുവൻ കെട്ടടങ്ങി പറഞ്ഞു, ഇനി എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ അങ്ങ് സ്വീകരിച്ചാലും എനിക്ക് നിന്നെയാണ് വേണ്ടത്, നിൻ്റേതല്ല വേണ്ടത്. ഈശ്വരൻ നമ്മുടേതല്ല വേണ്ടത്, നമ്മളെയാണ് വേണ്ടത്. അതാണ് സറണ്ടറിങ്, ശരണാഗതി എന്നൊക്കെ ഗീതയെ പോലുള്ള മഹാഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ ഉപദേശിക്കുന്നതാണ്. ഇനി അത് കഴിഞ്ഞ് ഇനി അടുത്തതാണ് അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങ് ഈ കഠിനമായ പരീക്ഷണത്തിലും അങ്ങ് ജയിച്ചല്ലോ, അതുകൊണ്ട് അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രനായിട്ട് അങ്ങേ ഇപ്പോഴേ ഞാൻ വാഴിച്ചിരിക്കണു. വാമനൻ പറഞ്ഞ വാക്കാട്ടോ. അതായത് ഇനി അടുത്ത ഇന്ദ്രന് ഇലക്ഷൻ ഇല്ല എന്നർത്ഥം. ഇപ്പോൾ തന്നെ ആളെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കണു. അതാ മഹാവിഷ്ണുവിൻ്റെ സ്പെഷ്യൽ വകുപ്പ് അനുസരിച്ച്. മഹാവിഷ്ണു എല്ലാത്തിനും അധികാരമുള്ള ആളാണല്ലോ, അതുകൊണ്ട് പുതിയൊരു വകുപ്പ് എഴുതി ചേർന്നു. അടുത്ത ഇലക്ഷൻ ഇല്ല, ഈ ഇന്ദ്രൻ്റെ കാലാവധി കഴിഞ്ഞാൽ അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രനായി അങ്ങേ ഇപ്പോഴേ ഞാൻ വാഴിച്ചിരിക്കുന്നു. അങ്ങ് തപസ്യാണ്, തീർന്നില്ല. അങ്ങ് ഭാര്യ വിന്ധ്യാവലി, മുത്തശ്ശൻ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയാണ് മഹാബലി എന്ന് ഓർത്തോളണം. മുത്തശ്ശൻ പ്രഹ്ലാദൻ, പേരക്കുട്ടികളെ എല്ലാവരും കൂടി പാതാളത്തിലേക്കല്ല സുതലത്തിലേക്ക് പൊക്കോളൂ. പാതാളത്തിലേക്ക് ചവിട്ടി താത്തി നിർത്തി ഓർത്തോളം, സുതലത്തിലേക്ക് ഭാഗവത്തിൽ കിടപ്പുണ്ട്, ഉത്തരരാമായണത്തിലുണ്ട്. ആ സുതലത്തിലെ സുഖസൗകര്യം എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ്റെ ലോകത്തുള്ളതിൻ്റെ ഒരു 100 ഇരട്ടി കംഫർട്ടും ഫെസിലിറ്റീസുമാണ് ഈ സുതലത്തിലുള്ളത്. ദേവേന്ദ്രൻ അസൂയ വരും ഈ കൊടുത്ത്. മാത്രമല്ല പണിക്കാളെ തപ്പി കിടക്കൊന്നും വേണ്ട, ഒരു ബംഗാളിയും വിളിക്കണ്ട. ഭഗവാൻ തന്നെ 4 തൃക്കരങ്ങളോടി വിഷ്ണു പാർഷദ സ്വരൂപത്തോടുകൂടി കാവലും എല്ലാം നിൽക്കുന്ന വിഷ്ണു പാർഷദന്മാർ. ഭഗവാൻ പറയുന്നത്, എവിടെ നോക്കിയാലും മഹാബലി എന്നെ കാണും. അപ്പോൾ നിൻ്റെ മനസ്സ് ഇങ്ങനെ ശുദ്ധായിക്കൊണ്ടേ നിന്നിലെ
തമോ ഗുണവും രജോ ഗുണവും എൻ്റെ നിരന്തരം ദർശനത്താൽ ഇല്ലാതെയാവും. അല്ലാണ്ട് ചെളി ചവിട്ടി തത്തി മൂപ്പര് ഒറ്റയ്ക്ക് അവിടെ എടുക്കുകയും കേരളത്തിലെ കട്ടർ വഴി തപ്പി വർഷം ഇറങ്ങി വരികയാണെന്ന് പൊന്നു മക്കളെ വിശ്വസിക്കരുത്. ഗതികേടാണ് ഈ ആണ്ടിലൊരിക്കലും തന്നെ. അങ്ങനെയുള്ള സുതലത്തിൽ സുഖമായിട്ടാണ് ജീവിക്കണേ. പിന്നെ നമ്മളെ കാണാനുള്ള കൊതി കൊണ്ട് വരുന്നുണ്ട്, അതൊക്കെ സത്യമാണ്. വരുന്നുണ്ടോ കാണുന്നുണ്ടോ, അതൊന്നും തെറ്റല്ല. പക്ഷേ ഇതിൻ്റെ 100 ഇരട്ടി സുഖത്തിലാണ് സുതലത്തിൻ്റെ വർണ്ണന മുഴുവൻ ഗംഭീരമായിട്ടുണ്ട്. അത് ഇപ്പോൾ താങ്കളിത് പറഞ്ഞത് മുഴുവനും വ്യാസഭഗവാനും വാൽമീകി എഴുതി വെച്ചതല്ലേ? അതെ. പക്ഷെ ഇത് റിപ്പോർട്ട് ചെയ്ത് ആരാന്നറിയാവോ? രാവണനാണ്. ശത്രു പറഞ്ഞ് സംശയിക്കേണ്ട വേണോ?